ഇതൊരു പൊതുജനങ്ങൾക്ക് ഓടിച്ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ്. അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന ചെറിയൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് തരുന്ന ഒരു സർവൻസ്, അത്രേ ഉള്ളൂ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇതിലൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സർവീസ് ചാർജ് വാങ്ങുന്ന സർവീസ് തരുന്നു. അതെ അതെ, എന്തിനൊരു നേതൃത്വം വേണം. അതെ, അത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഇല്ലായിക്കൊന്നുമില്ല. എല്ലാവർക്കും ഈ സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഒരു പക്ഷേ വലിയ എമൗണ്ട് കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിന് നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് EMI ഓപ്ഷൻ ഉണ്ടല്ലോ, 0 ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതായത് കാശുള്ളവർ മാത്രമല്ല, കാശില്ലാത്തവരും കയ്യിൽ ഒരുമിച്ച് പൈസ ഇല്ലാത്തവരും ഇതിലൂടെ കോടീശ്വരന്മാരാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പദ്ധതിയും കൂടെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 ലക്ഷം രൂപ മാസം ആദ്യം പേ ചെയ്തിട്ട് പിന്നീട് 80 മാസം കൊണ്ട് അടച്ചു തീർക്കാം. ഇനി അതും ഇല്ലാത്തവർക്ക് 80 മാസം കൊണ്ട് ഒരു 15,000 വീതം അടച്ചിട്ടാണെങ്കിലും സ്വന്തമാക്കാം. അപ്പോൾ ഈ 2 ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് EMI എടുക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഉള്ളത്, ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ 2 ലക്ഷം രൂപ വന്നിട്ട് EMI എടുക്കുകയാണെങ്കിൽ ഇതിൽ തൈയുണ്ട്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞത് വിറ്റുപോയ പ്ലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തൈ നട്ടിട്ടുണ്ട്, തൈ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അടച്ച് നിങ്ങളുടെ പേയ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് 80 മാസമാവും. അപ്പോഴേക്കും ഇതൊരു പകുതി വളർച്ചെത്തിയിട്ടുണ്ടാവും. ബാക്കി പകുതി വളർച്ച നിങ്ങൾ നോക്കിയാൽ മതി. പേയ്മെന്റ് നിങ്ങൾ കുറച്ച് തരുന്നുള്ളൂ. അങ്ങനെ ബെനിഫിറ്റും കൂടെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് ആണ് ശരിക്കും. ഇപ്പം അല്ലാതെ ഇപ്പോൾ ഒരു 100 കോടിയും 50 കോടിയും ആസ്തിയുള്ള ആൾക്കാർക്കൊന്നും ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തോന്നണമെന്നില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരൊരിക്കലും അവരൊരു അസറ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരൊരു 5 കോടിയോ 10 കോടിയോ അല്ലെങ്കിൽ 25 കോടിയൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്യുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആളുകൾ, ചിന്തിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരം, അത് യാഥാർത്ഥ്യമാക്കാനുള്ള അവസരം ഞങ്ങൾ ഇതിലൂടെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇത് ഒന്ന് എഴുതി വാങ്ങിയാൽ സണ്ണി VP മാഷിന്റെ ടീമിലുള്ള ആളല്ലേ? അല്ലേ? അപ്പൊ ഇത് മാഷ കയ്യിൽ തന്നെ വെച്ചത് സണ്ണി VPക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഇത് ഉദയൻ കെ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ മലപ്പുറത്ത് ബാലന്റെ ചേട്ടനല്ലേ? സീതാമോണ്ടിലെ പ്ലോട്ട് ഇവിടെ തൽക്കാലം കയ്യിൽ വെച്ചു, കാരണം ഓഫീസിന് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ പാലക്കാട് കൊറിയർ അയക്കാനുള്ളതാണ്, അമിത്തിനുള്ളതാണ്.